അപ്പൊ അതൊക്കെ അതും വിവാദമാക്കിയ ആൾക്കാർ. ഓ അവളങ്ങനെ അവളേതാണ്ട് ഫാം ഹൗസിൽ പോവുക, പിന്നെ പറയേണ്ട അറിയാലോ, പിന്നെ ഇങ്ങനെ വൃത്തികേട് തന്നെ പറയാൻ പറ്റും. രേണു അഭിനയത്തെ രംഗത്തിലേക്ക് വരുന്നോന്ന് ചോദിച്ചപ്പോൾ സുധിച്ചേട്ടൻ എന്നെ നോക്കി. ഞാൻ പറഞ്ഞു ഒരിക്കലും ഞാൻ വരത്തില്ല, ഞാൻ സുധിച്ചേട്ടന്റെ സപ്പോർട്ടായിട്ട് നിൽക്കത്തേ ഉള്ളത്. എങ്ങനെയാണ് ഇത്രയും അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കാൻ പഠിച്ചത്? അങ്ങനെ കണ്ടായിരുന്നോ? പിന്നെ എൻ്റെ അമ്മ, ഞാൻ കുഞ്ഞിലെ തൊട്ടേ ഡാൻസ് ഒക്കെ കളിക്കുന്നതാണ്. നമ്മൾ ശാസ്ത്രീയമായിട്ട്, ശാസ്ത്രീയം എന്നാണോ അതിന് പറയുന്നത്, ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിച്ചില്ലെങ്കിലും പാടും, നൃത്തം പഠിച്ചില്ലെങ്കിലും നമ്മൾ നൃത്തം ചെയ്യും. അതാണ് രേണുസുതി. അല്ല, രേണുസുതിയുടെ ഒരു റീല് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, ഇതല്ല, മുമ്പുള്ള നമ്മുടെ രേണുവും സുധിയും ചേട്ടനും തമ്മിൽ ഉള്ള അതായിരുന്നു ഞാൻ മുമ്പ് കണ്ടിട്ടുള്ള. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അഭിനയിക്കണമെന്ന് അപ്പോഴേ ആഗ്രഹം ഉണ്ടായിരുന്നല്ലേ? ആഗ്രഹമില്ല ഒരിക്കലും. ഞാനൊരു കാര്യം പറയട്ടെ, അതാണ് എനിക്ക് കുറെ പേരുടെ ഒരു ചോദ്യമാണ്, സുധിച്ചേട്ടനുള്ളപ്പോൾ എന്തുകൊണ്ട് അഭിനയിച്ചില്ല. ഞാൻ കുഞ്ഞിലേ തൊട്ടേ അഭിനയവും പാട്ടും നാടകം തന്നെ എഴുതി സ്കൂളിൽ കളിക്കും. അതൊക്കെ ആഗ്രഹമല്ല, നമ്മളൊരു ആ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ എന്താണോ സമയം പോകാൻ അതങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഡാൻസ് കളിക്കും, പാട്ട് പാടും. സുധിച്ചേട്ടൻ വന്നപ്പം സുധിച്ചേട്ടൻ്റെ മുന്നുള്ള ലൈഫൊക്കെ അറിയാലോ, ഏറെക്കുറെയൊക്കെ അറിയാം. അവരൊക്കെ ഈ അഭിനയ മോഹങ്ങളും കാര്യങ്ങളും ഡാൻസും ഒക്കെ ആയിട്ട് വന്നവരാണ്. അപ്പം എന്നോട് സുധിച്ചേട്ടൻ അതൊക്കെ പറയാറുണ്ട്. അപ്പം ഞാൻ പറയും, സുധിച്ചേട്ടൻ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടായിട്ട് ജീവിതത്തിൽ നിന്നാണ്, നിങ്ങൾ മുന്നോട്ട് അഭിനയിക്കുക. അപ്പം ആ സമയത്ത് ഒരു ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, ആരോ എവിടെയോ ഒരു പുറത്തുള്ളൊരു പ്രൊഡ്യൂസർ സുധിച്ചേട്ടൻ്റെ കൂടെ വീട്ടിൽ വന്നു. അന്ന് അദ്ദേഹത്തിന് നമ്മൾ ഫുഡൊക്കെ കൊടുത്തപ്പോൾ അദ്ദേഹം ചോദിച്ചു, രേണു അഭിനയത്തെ രംഗത്തിലേക്ക് വരുന്നോന്ന് ചോദിച്ചപ്പോൾ സുധിച്ചേട്ടൻ എന്നെ നോക്കി. ഞാൻ പറഞ്ഞു ഒരിക്കലും ഞാൻ വരത്തില്ല, ഞാൻ സുധിച്ചേട്ടൻ്റെ സപ്പോർട്ടായിട്ട് നിൽക്കത്തേ ഉള്ളൂ. അപ്പോൾ സുധിച്ചേട്ടൻ മാറി നിന്ന് അദ്ദേഹം പോയി കഴിഞ്ഞ് എന്നോട് ചോദിച്ചു, വാവുട്ടേന്ന് തന്നെ വിളിക്കുന്നത്, വാവുട്ട ആയതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ, വേറെ വല്ല പെണ്ണുങ്ങളാണ് ഞാൻ അഭിനയിച്ചോളാന്ന് പറഞ്ഞ് പോകത്തില്ലേ, നീ ആടി എൻ്റെ കൊച്ച് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഡയലോഗ്. അതങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സുധിച്ചേട്ടൻ്റെ ലൈഫ് ലോങ് മരണം വരെ, മരണത്തിന്റെ തലേന്ന് വരെ എൻ്റെ കൂടെ ഉറങ്ങിയിട്ടും അദ്ദേഹം പോയത്. അല്ലെങ്കിൽ ഞാൻ അഭിനയ ജീവിതം അല്ലെങ്കിൽ അഭിനയം ആഗ്രഹിക്കുന്ന ഒരു പെണ്ണായിരുന്നെങ്കിൽ അങ്ങനെ അങ്ങ് പോയേനെ. പുള്ളി ഒരു എന്താ പറയാ, അഭിനയിക്കാനുള്ള ഒരാൾ, അദ്ദേഹത്തെ വെച്ചിട്ട് നമുക്ക് കയറാന്നുള്ള ഇതാണെങ്കിൽ അങ്ങനെ അങ്ങ് പോയേനെ, ലൈഫ് നോക്കത്തില്ലാതെ പോയേനെ. അങ്ങനത്തെ ഒരാളല്ല. അദ്ദേഹത്തിനെ ഒറിജിനലായിട്ട് ഞാൻ സ്നേഹിച്ച് അദ്ദേഹത്തിൻ്റെ മകനെ നോക്കി ഒരു കുഞ്ഞിനെയും കൂടെ പ്രസവിച്ച് അങ്ങനെ അങ്ങ് ജീവിക്കാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിലാണ് പിന്നെ നമ്മൾ ഇങ്ങനൊരു, അതായത് നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് ജീവിക്കണം എന്നുള്ള ഒറ്റ കാഴ്ചപ്പാടിലാണ് ഇപ്പോഴും ഈ മേഖലയിലേക്ക് വന്നത്. ഇതും നമ്മൾ അങ്ങോട്ട് കയറി ചെയ്തതല്ല, ഇങ്ങോട്ട് കുറച്ച് പേര്, സുധിച്ചേട്ടനെ അറിയാവുന്ന കുറച്ച് പേര് എന്നെ വിളിച്ചു, ഒരു ചെറിയ ആൽബം അങ്ങനെ ചെയ്ത് ക്ലിക്കായി. പിന്നെ ഇപ്പം പറഞ്ഞ പോലെ ഇങ്ങനെ ഇത്രയൊക്കെ ആയി, ഇവിടെയൊക്കെ വരെ എത്തി. ഒരുപാട് സ്ഥാപനങ്ങൾ, ബ്യൂട്ടി പാർലർ, ഒരുപാട് സ്ത്രീകളുടെ ചേച്ചിമാരുടെ ലേഡീസിൻ്റെ സ്ഥാപനങ്ങൾ ഇനോഗ്രേഷൻ ചെയ്യാൻ പറ്റിയതിലും, അതുപോലെ വനിതാ ദിനത്തിന് ഒരു ബോട്ടിക്ക് ഇനോഗ്രേഷൻ ചെയ്യാൻ പറ്റിയതൊക്കെ, അതിൽ ലേഡീസിൻ്റെ സിംഗിൾ പേരൻറ്റിൻ്റെ, അതൊക്കെ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു സന്തോഷമാണ്. അതുപോലെ ദുബായ്, ബഹ്റിൻ, ഇവിടെ ഇപ്പം ഈ റാസൽ ഗെയിമിലെ ചെമ്പരത്തി ഇരിക്കുന്നത് തന്നെ, അതായത് ഇവരുടെയൊക്കെ പ്രമോഷൻസിനായിട്ട് വന്നതും എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സന്തോഷ നിമിഷമായിട്ട് ഞാൻ കാണുന്നു. തീർച്ചയായിട്ടും അത് എനിക്കൊരു റവന്യൂ കൂടെയാണ്. കാരണം നമ്മൾ ഓരോ ഇടത്ത് ചെല്ലുമ്പോഴും നമുക്ക് കുറെ പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും. കാരണം രേണുവിന് ഒരുപാട് പേർക്ക് അറിയാം, പക്ഷെ രേണു ഇവരാരെയും കാണുന്നില്ല. ഇതുപോലെ ഇപ്പൊ റാസൽ ഗെയിമേ ഉണ്ടെന്ന് അറിയുമ്പോഴേക്കും ആൾക്കാർ റാസൽ ഗെയിം വരുന്നു. ഇവരെ വിളിച്ചൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്ന റിവ്യൂസ്, രേണുസുതി ഉണ്ടോ, അതോ പോയോ, അന്ന് ഇനോഗ്രേഷൻ കഴിഞ്ഞ് പോയെന്നാണ് ഞങ്ങൾ ഓർത്തെന്ന് പറഞ്ഞു. ഇവരെ വിളിച്ച് തിരക്കാറുണ്ട്, ഉണ്ടോ ഞങ്ങൾക്കൊന്ന് കാണണം എന്നൊക്കെ പറയാറുണ്ട്. ഈ വരുമ്പോഴേ നാട്ടിൽ നിന്ന് ഈ 10 ദിവസം എന്ന് പറഞ്ഞിട്ട് തന്നെയാണല്ലോ വന്നല്ലേ? കാരണം ഫ്ലൈറ്റിൽ വരുന്നതിന് മുമ്പ് ടാക്സിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ റാസൽ ഗെയിമിലേക്ക് പോവാണ് മീഡിയാസിനോട് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ വന്ന് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് മഴവെള്ളത്തിലൊക്കെ ഇങ്ങനെ തുഴഞ്ഞൊക്കെ പോയി. അതെ, ഇവിടെ മറ്റേ നമ്മുടെ എന്തുവാ ഒരു പെട്ടിവണ്ടി പോലത്തെ സാധനമില്ല, അതിനെന്താ പറയുന്നിരിക്കരുത്, അതിനകത്തൊക്കെ പിക്കപ്പ് വാനിലൊക്കെ കയറി ഡേ ടു ഡേ പോയി. അപ്പൊ അതൊക്കെ അതും വിവാദമാക്കിയ ആൾക്കാർ. ഓ അവളേതാണ്ട് ഫാം ഹൗസിൽ പോവുക, പിന്നെ പറയേണ്ട അറിയാലോ, പിന്നെ ഇങ്ങനെ വൃത്തികേട് തന്നെ പറയാം കമന്റിലൂടെ. നമ്മളതൊക്കെ എൻജോയ് ചെയ്യുവാണ് സത്യം.